ഹലോ ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പൊന്നാനിയിലാണ്. ഗവേഷണത്തിന് വേണ്ടിയിട്ട് പോയതൊന്നല്ല, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പല ജില്ലക്കാരും വന്നിട്ട് കഴിച്ചിട്ട് പോകുന്ന ഒരു സ്പോട്ടാണിത്. അപ്പം മലപ്പുറം ജില്ലയിലുള്ള ഞാൻ കഴിച്ചിട്ടുള്ള മോശമല്ലേ ആർക്ക്? ഒബ്വിയസ്ലി എനിക്ക് തന്നെ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞു വന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്. ഇനി ഇവിടെ എന്താണ് ട്രെൻഡിങ് എന്ന് കൂടി പറയണോ? പറഞ്ഞുതരാം. മുട്ടപ്പത്തിരിയും ബീഫും. പൊറാട്ടയും ബീഫ് എന്ന് പറയുന്നത് നമ്മളെ മലയാളികളുടെ ഒരു വികാരമാണല്ലേ. അതേപോലെ തന്നെ ഫേമസ് ആണ് ഈ മുട്ടപ്പത്തിരിയും ബീഫും എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. ഇൻസ്റ്റാഗ്രാം തുറന്നാലേ റീൽസിൽ ഫുള്ളി കാണുന്നത് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ പോയാലോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതാണ് എന്നെങ്കിലും ഞാൻ പോകും, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയും എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം എത്തപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ വിട്ട് പൊന്നാനിയിലേക്ക് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് മുട്ടപ്പത്തിരിനെ പറ്റി അറിയണത്. ഒരിക്കലുമല്ല. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ്. പക്ഷേ വീട്ടിൽ നിന്ന് കഴിച്ചാൽ പൊന്നാനിയത്തെ മുട്ടപ്പത്തിരിയും ബീഫും ആവൂല. പിന്നെ അതുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ടിൽ തന്നെ പോയിട്ട് കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇത് അത്ര ഹൈപ്പിന് മാത്രമുള്ള ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തീരെ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നോർമൽ. പിന്നെ ഇത് എന്തുകൊണ്ട് ട്രെൻഡിങ് ആയി എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് അതിൻ്റെ ആംബിയൻസ് തന്നെയാണ്. രാവിലെ ഒരു ലൈറ്റ് മ്യൂസിക്കും ഇട്ടിട്ട് ആ കാറ്റും കൊണ്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെ മൈൻഡിനെ ഭയങ്കര കാമൻ കൂളാവും. കാഴ്ചകൾ ആസ്വദിച്ച് കഴിക്കും. കടയത്തെ കാക്കാരി സൂപ്പറാണ്. ഇനിയും ബീഫ് വേണം പറഞ്ഞപ്പോൾ കുറേ വാരി കോരി എൻ്റെ പ്ലേറ്റിലേക്ക് ഉരുട്ടന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഇടും, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.